എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിൻ്റെ ബാലകാണ്ഡത്തിലെ 32ാമത്തെ സർഗം നമ്മൾ ആരംഭിക്കുകയാണ്. ഈ സർഗത്തിൽ 1 മുതൽ 7 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോണത്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് സുന്ദരമായിട്ടുള്ള വനത്തോടു കൂടിയ വനങ്ങൾ നിറച്ച് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലം കണ്ടിട്ട് ശ്രീരാമൻ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, മഹാമുനെ പറഞ്ഞു തരൂ, ഈ ഒരു സ്ഥലം ഏതാണ് എന്ന്. അപ്പോൾ ആ കഥകളാണ് ഇനി പറയാൻ പോണത്. രാമായണത്തിൽ പല ഭാഗങ്ങളിലും നമ്മൾ കേൾക്കാത്ത കഥകളാണിതൊക്കെ. കുശനാഭൻ്റെയും കുശൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ കഥകളൊന്നും എവിടെയും പറഞ്ഞു കേട്ടിട്ടില്ല. പ്രസിദ്ധമായിട്ടുള്ള കഥകൾ മാത്രമേ കേട്ടിട്ടുള്ളൂ. അവിടെ താടകയുടെ കഥ, ഹല്യയുടെ കഥ ഇതൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ കഥകളൊന്നും കേട്ടിട്ടേ ഇല്ല. അത് വളരെ ഭംഗിയായിട്ട് പറഞ്ഞു പോവുകയാണ്. നമുക്ക് 1ാമത്തെ ശ്ലോകം നോക്കാം. ബ്രഹ്മയോനിർമഹാനാസീത് കുശോ നാമ മഹാതപാ അക്ലിഷ്ടവ്രതധർമ്മജ്ഞ സജ്ജന പ്രതിപൂജക. ബ്രഹ്മയോനിർമഹാനാസീത് കുശോ നാമ മഹാതപാഹ. മഹാതപസ്വിയായിട്ടുള്ള നല്ല ധാർമ്മികനായിട്ടുള്ള ഒരു രാജാവായിരുന്നു കുശൻ എന്നു പേരുള്ള ഒരു രാജാവ്. അത് ബ്രഹ്മപുത്രനാണ്. ബ്രഹ്മയോനിർമഹാനാസീത് കുശോ നാമ. കുശൻ എന്നു പേരുള്ള ബ്രഹ്മയോനി, ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം അക്ലിഷ്ടവ്രതധർമ്മജ്ഞ, അതായത് വ്രതങ്ങളും ധർമ്മങ്ങളും ഒന്നും പിഴയ്ക്കാതെ അറിയുന്നവൻ, നന്നായിട്ട് അതൊക്കെ ജീവിതത്തിൽ പ്രയോഗിക്കുന്നവൻ, ഒന്നും വേണ്ടാന്ന് വയ്ക്കാറില്ല. വ്രതങ്ങളായാലും അതുപോലെ തന്നെ ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികളായാലും യാഗങ്ങളായാലും ഒക്കെ വേണ്ടതുപോലെ ചെയ്യണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഈ കുശൻ എന്ന പേരുള്ള രാജാവ്. അതാണ് അക്ലിഷ്ട വ്രതധർമ്മജ്ഞ. വ്രതത്തിലും ധർമ്മത്തിലും ഒന്നും ക്ലേശം ഒട്ടുമേ ഇല്ലാത്ത ആൾ, ക്ലേശിക്കാത്ത ആൾ, എല്ലാം അറിയുന്ന ആൾ എന്നർത്ഥം. അതാണ് അക്ലിഷ്ട വ്രതധർമ്മജ്ഞ. മാത്രമല്ല സജ്ജന പ്രതിപൂജക, സജ്ജനങ്ങളാൽ ആരാധിക്കപ്പെടുന്നവൻ. ധാരാളം സജ്ജനങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കർമ്മങ്ങളിൽ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിൽ വളരെ പ്രീതിയുള്ളവരായിരുന്നു. അതായത് സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സത്കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളായിരുന്നു ഈ കുശൻ എന്നു പേരുള്ള മഹാരാജാവ്, ബ്രഹ്മാവിൻ്റെ പുത്രൻ. അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടാവുകയാണ്. അതാണ് പറയണത്. സമഹാത്മാ കുലീനായാം യുക്തായാം സുമഹാബലാൻ വൈദർഭ്യാം ജനയാമാസ ചതുരസദൃശാൻ സുതാൻ. സമഹാത്മാ, ആ മഹാത്മാവായിട്ടുള്ള കുശൻ എന്നു പേരുള്ള രാജാവ് കുലീനായാം വൈദർഭ്യാം, കുലീനയായിട്ടുള്ള തൻ്റെ ഈ പ്രവൃത്തികൾക്കൊക്കെ ചേരുന്നവളായിട്ടുള്ള ഒരു പത്നിയെയാണ് വിവാഹം കഴിച്ചത്. വിദർഭ രാജ്യത്തെ പുത്രിയായിരുന്നു, അതുകൊണ്ട് വൈദർഭി എന്ന് പറയണു. ആ വൈദർഭിയെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല, രാജ്യത്തിൻ്റെ പേര് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. കുശൻ എന്നു പേരുള്ള രാജാവ് വിദർഭത്തിൽ നിന്നൊരു രാജകുമാരിയെ വിവാഹം കഴിച്ചു. അവൾ യുക്തായാം കുലീനായാം, നല്ലവണ്ണം ചേർച്ചയുള്ള ഒരു പെൺകുട്ടിയെ, അദ്ദേഹത്തിൻ്റെ വ്രതങ്ങളും ധർമ്മങ്ങളും ഒക്കെ വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ പരിപോഷിപ്പിക്കാനുമൊക്കെ എപ്പോഴും നല്ല സഹകരണമുള്ളവളായിട്ടുള്ള ഒരു പെൺകുട്ടി അതായിരുന്നു വൈദർഭി. അവളെ വിവാഹം കഴിച്ചിട്ട് അവളിൽ ചതുര സുമഹാബലാൻ സദൃശാൻ സുതാൻ ജനയാമാസ. അവളിൽ 4 പുത്രന്മാരുണ്ടായി. കുശന് നല്ല മിടുക്കന്മാരായിട്ടുള്ള 4 മക്കൾ, സുമഹാബലാൻ നല്ല ബലശാലികളായിട്ടുള്ളവർ, അച്ഛനെ പോലെ തന്നെയുള്ളവർ, അതായത് ധാർമ്മികതയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന സദൃശന്മാരായിട്ട് ചതുരസുതാൻ ജനയാമാസ, 4 പുത്രന്മാർക്ക് കുശൻ ജന്മം കൊടുത്തു എന്നർത്ഥം. അങ്ങനെ 2ാമത്തെ ശ്ലോകം കഴിഞ്ഞു. 3ാമത്തെ ശ്ലോകം ഇവരുടെ പേരൊക്കെ പറയാണ്. കുശാംബം കുശനാഭം ച അധൂർത്തരജസം വസും ദീപ്തിയുക്താൻ മഹോത്സാഹാൻ ക്ഷത്രധർമ്മചികീർഷയാ താനുവാച കുശഃ പുത്രാൻ ധർമ്മിഷ്ഠാൻ സത്യവാദിന ക്രിയതാം പാലനം പുത്ര ധർമ്മം പ്രാപ്സ്യഥ പുഷ്കലം. 3ൻ്റെ കൂടെ 4 കൂടിയും ചേർത്ത് ചൊല്ലിയാലാണ് അർത്ഥം നമുക്ക് പൂർത്തിയായിട്ട് പറയാൻ പറ്റുക. ആ 4 മക്കളുടെ പേര് പറയാണ്. കുശാംബൻ, കുശനാഭൻ, അധൂർത്തരജസ്, വസു. ഇതായിരുന്നു 4 പുത്രന്മാരുടെ പേര്. അവർ ദീപ്തിയുക്താൻ മഹോത്സാഹാൻ ക്ഷത്രധർമ്മചികീർഷയാ താനുവാച. അവർ വളരെ അച്ഛനെ പോലെ തന്നെ, രാജാവിനെ പോലെ തന്നെ വളരെ ഓജസ്സും തേജസ്സുമൊക്കെ ഉള്ളവരായിരുന്നു. മഹാ ഉത്സാഹികളായിരുന്നു.
ക്ഷത്രധർമ്മം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവരും തയ്യാറായിരുന്നു. അങ്ങനെയുള്ള ആ ബാലകന്മാരോട് അവർ കുറച്ച് വലുതായി. അപ്പോൾ ആ 4 പേരോടായിട്ട് കുശാംബൻ, കുശനാഭൻ, അധൂർത്തരജസ്, വസു എന്നിവരോട് രാജാവ് അച്ഛൻ പറയാണ്, ക്ഷത്രധർമ്മ ചികീർഷയ, ക്ഷത്രധർമ്മം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതെന്താണ്, എങ്ങനെയാണത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരേണ്ടതെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്നവരായിട്ടുള്ള ബാലകന്മാരോട്, മക്കളോട് താൻ കുശഹ ഉവാച, ആരോട്? പുത്രാൻ ധർമ്മിഷ്ഠാൻ സത്യവാദിന, ധർമ്മിഷ്ഠന്മാരും സത്യവാദികളും, ധർമ്മത്തെ കൊണ്ടു നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, സത്യസന്ധന്മാരായിട്ടുള്ള ആ ബാലകന്മാരോട്, പുത്രന്മാരോട് കുശഹ ഉവാച, കുശൻ ഇപ്രകാരം പറഞ്ഞു. എന്താ പറഞ്ഞത്? ക്രിയതാം പാലനം പുത്ര ധർമ്മം പ്രാപ്സ്യഥ പുഷ്കലം. ഹേ പുത്ര, പാലനം ക്രിയതാം, അല്ലയോ പുത്രന്മാരെ, നിങ്ങൾ പ്രജാപാലനം വേണ്ടതുപോലെ ചെയ്യണം, ചെയ്തോളിൻ. അതാണ് ക്രിയതാം, പാലനം ക്രിയതാം. അതുകൊണ്ട് അങ്ങനെ പ്രജാപാലനം ചെയ്താൽ എന്താ ഉണ്ടാവുക? ധർമ്മം പുഷ്കലം പ്രാപ്സ്യഥ, ധർമ്മം നല്ലവണ്ണം വർദ്ധിക്കും. അവരവരുടെ ധർമ്മം വർദ്ധിക്കും, ക്ഷത്രിയ ധർമ്മം വർദ്ധിക്കും, രാജ്യത്തൊട്ടാകെ ധർമ്മം വർദ്ധിക്കും. അതുകൊണ്ട് നിങ്ങൾ പ്രജകളെ വേണ്ടതുപോലെ സംരക്ഷിക്കൂ, അതിനു വേണ്ടിയിട്ട് ശ്രദ്ധ ചെലുത്തൂ എന്നാണ് അച്ഛൻ മക്കളോട് പറഞ്ഞത്. അങ്ങനെ അത് കേട്ടപ്പോൾ എന്താ ഉണ്ടായതെന്ന് പറയാണ്. 5-ാമത്തെ ശ്ലോകം നോക്കാം. കുശസ്യ വചനം ശ്രുത്വാ ചത്വാരോ ലോകസത്തമാഃ നിവേശം ചക്രിരേ സർവേ പുരാണം നൃവരാസ്തദാ. കുശസ്യ വചനം ശ്രുത്വാ, അച്ഛൻ കുശന്റെ വാക്കുകൾ കേട്ടിട്ട്, ചത്വാരഹ ലോകസത്തമാഃ, ലോകസത്തമന്മാരായിട്ടുള്ള ശ്രേഷ്ഠന്മാരായിട്ടുള്ള, ലോകത്തിൽ വെച്ച ഏറ്റവും നല്ല ഭംഗിയായിട്ട് പ്രവൃത്തികളും ധർമ്മങ്ങളുമൊക്കെ ചെയ്യുന്നവരായിട്ടുള്ള ആ 4 മക്കളും, ചത്വാരഹ, അവരെന്ത് ചെയ്തു? ചത്വാര സർവേ നൃവരാഹ, ആ 4 രാജകുമാരന്മാരും, തഥാ അപ്പോൾ, പുരാണാം നിവേശം ചക്രിരേ, പുരാണാം നിവേശം 4 നഗരങ്ങൾ അവർ സൃഷ്ടിക്കുകയുണ്ടായത്. അതായത് പ്രജകൾക്ക് വളരെ സുഖമായിട്ട് ജീവിക്കാൻ തക്കവണ്ണം സൗകര്യമുള്ളതായ 4 നഗരങ്ങൾ അവർ സൃഷ്ടിച്ചു. അങ്ങനെയാണ് അവർ ധർമ്മം ചെയ്യാനായിട്ട് പുറപ്പെട്ടത്. ധർമ്മത്തെ വർദ്ധിപ്പിക്കാൻ കുശൻ ആഗ്രഹം ഉണ്ടായിരുന്നു. മക്കളോട് പറഞ്ഞിട്ട് അത് പ്രവൃത്തി തലത്തിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ അവർ ആദ്യം എന്ത് ചെയ്തു? 4 പുരങ്ങൾ സൃഷ്ടിച്ചു. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയണത്. ഏതൊക്കെയാണ് നഗരങ്ങൾ എന്നുള്ളത് 6-ാമത്തെ ശ്ലോകം നോക്കാം. കുശാംബസ്തു മഹാതേജ കൗശാംബീ മകരോത്പുരീം കുശനാഭസ്തു ധർമാത്മാ പുരം ചക്രേ മഹോദയം. 7 കൂടി പറയാം. അധൂർത്തരജസോ നാമ ധർമാരണ്യം മഹാമതി ചക്രേ പുരവരം രാജാ വസുനാമാ ഗിരിവ്രജം. കുശന്റെ മക്കളായിട്ടുള്ള 4 പേര് 4 നഗരങ്ങൾ സൃഷ്ടിച്ചു. നഗരങ്ങളുടെ പേരാണ് കുശാംബസ്തു മഹാതേജാഹ, മഹാതേജസ്വിയായിട്ടുള്ള കുശാംബൻ നിർമ്മിച്ച നഗരത്തിൻ്റെ പുരിയുടെ പേരാണ് കൗശാംബി. കൗശാംബി ധാരാളം കേട്ടിട്ടുള്ള പേരാണ്. അത് കുശാംബനാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് രാമായണത്തിൽ നിന്നാണ് മനസ്സിലാക്കാൻ പറ്റിയത്. കൗശാംബി എന്ന പേരുള്ള പുരിയും അകരോത്, ഒരു വലിയ പട്ടണം തന്നെ ഉണ്ടാക്കിയെടുത്തു. ഇനി കുശനാഭൻ എന്താ ചെയ്തത്? കുശനാഭസ്തു ധർമാത്മാ, ധർമാത്മാവായിട്ടുള്ള കുശനാഭൻ മഹോദയം പുരം ചക്രേ, മഹോദയം എന്നു പേരുള്ളൊരു പുരവും ഉണ്ടാക്കി. അപ്പോൾ 2 പേരുടെയും പുരങ്ങളുടെ പേരായി. കുശാംബൻ ഉണ്ടാക്കിയത് കൗശാംബി, അതുപോലെ തന്നെ കുശനാഭൻ ഉണ്ടാക്കിയത് മഹോദയം എന്നു പേരുള്ള ഒരു പുരം, ഒരു പട്ടണമാണ് ഉണ്ടാക്കിയത്. ഇനി 3-ാമത്തെ പുത്രനായിട്ടുള്ള അധൂർത്തരജസ് എന്താണ് ഉണ്ടാക്കിയത്? അധൂർത്തരജസോ നാമ ധർമാരണ്യം മഹാമതി. അധൂർത്തരജസ് എന്നു പേരുള്ള മഹാമതിയായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള മറ്റൊരു പുത്രൻ, 3-ാമത്തെ മകൻ, അദ്ദേഹം സൃഷ്ടിച്ച നഗരത്തിൻ്റെ പേരായിരുന്നു ധർമാരണ്യം എന്ന്. അപ്പോൾ ധർമാരണ്യം എന്നു പേരുള്ളൊരു പുരിയാണ് അധൂർത്തരജസ് ഉണ്ടാക്കിയത്. 4-ാമത്തെ പുത്രനായിട്ടുള്ള വസു എന്നു പേരുള്ള ആള് ചക്രേ പുരവരം രാജ വസുനാമ ഗിരിവ്രജം. വസുനാമ, വസു എന്നു പേരുള്ളവനായ രാജാവ് ഗിരിവ്രജം പുരവരം ചക്രേ, ഗിരിവ്രജം എന്നു പേരുള്ള നല്ല സുന്ദരമായിട്ടുള്ള മറ്റൊരു നഗരവും നിർമ്മിച്ചു. അങ്ങനെ 4 പേരും 4 നഗരങ്ങളാണ് ആദ്യം നിർമ്മിച്ചത്. അങ്ങനെയാണ് ധർമ്മത്തിൻ്റെ ഊട്ടിയുറപ്പിക്കൽ അവർ ആദ്യം തന്നെ ചെയ്തത്.
അത് നമുക്ക് ബാക്കി ശ്ലോകങ്ങൾ അതിനെ പറ്റിയിട്ട്, അതായത് ഈ നഗരങ്ങളെ പറ്റിയിട്ടും അവിടുത്തെ മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത ദിവസമാണ് നമ്മൾ പറയാൻ പോണത്. ഇന്നത്തെ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. ബ്രഹ്മയോനിർമഹാനാസീത് കുശോ നാമ മഹാതപാഃ അക്ലിഷ്ടവ്രതധർമ്മജ്ഞ സജ്ജനഃ പ്രതിപൂജകഃ സ മഹാത്മാ കുലീനായാം യുക്തായാം സുമഹാബലാൻ വൈദർഭ്യാം ജനയാമാസ ചതുരസദൃശാൻ സുതാൻ കുശാംബം കുശനാഭം ച അധൂർത്തരജസം വസും ദീപ്തിയുക്താൻ മഹോത്സാഹാൻ ക്ഷത്രധർമ്മചികീർഷയാ താനുവാച കുശഃ പുത്രാൻ ധർമ്മിഷ്ഠാൻ സത്യവാദിനഃ ക്രിയതാം പാലനം പുത്രാ ധർമ്മം പ്രാപ്സ്യഥ പുഷ്കലം കുശസ്യ വചനം ശ്രുത്വാ ചത്വാരോ ലോകസത്തമാ നിവേശം ചക്രിരേ സർവേ പുരാണാം നൃവരസ്തദാ കുശാംബസ്തു മഹാതേജ കൗശാംബീമകരോത്പുരീം കുശനാഭസ്തു ധർമാത്മാ പുരം ചക്രേ മഹോദയം അധൂർത്തരജസോ നാമ ധർമാരണ്യം മഹാമതി ചക്രേ പുരവരം രാജാ വസുനാമാ ഗിരിവ്രജം. അടുത്ത ശ്ലോകങ്ങളിലൊക്കെ ഈ വസുവിൻ്റെ നഗരത്തിനെ പറ്റിയിട്ടാണ് കൂടുതലായിട്ട് വർണ്ണിക്കാൻ പോണത്. എല്ലാ ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.